അർത്ഥത്തിൽ വേണ്ട എന്ന് പറയാൻ നമുക്ക് സാധിച്ചാൽ അവിടെയാണ് നമുക്ക് ഏറ്റവും താല്പര്യപ്പെട്ടത് അത് നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് മനുഷ്യനെ യഥാർത്ഥത്തിൽ അവന്റെ വ്യക്തിത്വത്തെ, ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. യേശു ക്രിസ്തു വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ, മരുഭൂമിയിലെ കർത്താവിന്റെ പരീക്ഷയുടെ സന്ദർഭം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. 40 രാവും 40 പകലും അവനൊന്നും ഭക്ഷിച്ചില്ല. ആ സമയത്താണ് പിശാച് വന്നിട്ട് യേശു ക്രിസ്തുവിനോട് പറഞ്ഞു, നിനക്ക് വിശക്കുന്നു. എന്നാ പറഞ്ഞേ? നിനക്ക് വിശക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക. ഉടനെ കർത്താവ് മറുപടി പറഞ്ഞു, മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല. ഇനി നിങ്ങൾ വേറൊരു ഭാഗം ശ്രദ്ധിച്ച്. ഏദന്റെ പറുദീസയിൽ ആദമും ഹവ്വയും താമസിക്കുന്നു. സർവശക്തനായ ദൈവം ആദമിനോടും ഹവ്വയോടും പറഞ്ഞു, നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. അതേസമയം നമ്മുടെ ഹവ്വ ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ പോയി ഈ ഫലം നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് പിശാച് വന്ന് ഹവ്വായോട് പറഞ്ഞു, തിന്നണം. ഈ തിന്നണം എന്ന് ആവർത്തിച്ച് കേൾക്കുമ്പോൾ നല്ലപോലെ നിറഞ്ഞിരിക്കുകയാണേലും നമുക്ക് തോന്നും അവിടെ മിണ്ടാതിരിക്കുന്നു. നമുക്ക് തോന്നും എന്നാ ഒരു പഴം കൂടെ തിന്നേക്കാം എന്ന് തോന്നും. സിഗ്മണ്ട് ഫ്രോയിഡ് ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവാണ്. അദ്ദേഹം പറഞ്ഞു, മനുഷ്യനെ നിയന്ത്രിക്കാൻ മേലാത്ത വികാരം പുരുഷന് സ്ത്രീയോടും സ്ത്രീക്ക് പുരുഷനോടുമുള്ള ലസ്റ്റാണ് എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ കാലമൊക്കെ പോയി കേട്ടോ. ഇതിപ്പോ പുരുഷന് പുരുഷനോടും സ്ത്രീക്ക് സ്ത്രീയോടും എന്നൊക്കെ പറഞ്ഞാലേ ഈ ലസ്റ്റ് നമുക്കൊന്ന് വ്യാഖ്യാനിക്കാനൊക്കത്തുള്ളൂ. പോട്ടെ, അദ്ദേഹം പറഞ്ഞത് കാമമാണ് നിയന്ത്രിക്കാൻ മേലാത്ത വികാരം. പക്ഷെ നമ്മുടെ പിതാക്കന്മാർ ഇതിനോട് യോജിക്കുന്നില്ല. പിതാക്കന്മാർ പറയുന്നത് കാമമല്ല, സെക്സ് അല്ല നിയന്ത്രണാതീതമായ വികാരം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് ഈ പ്രസംഗത്തിന് വരുന്നത് വരെ ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ കഴിക്കാതിരിക്കുമ്പോൾ ഉച്ചയാകുമ്പോഴത്തേന് നമ്മുടെ വിചാരം എന്നാ? എന്റെ ദൈവം ഇച്ചിരി കഞ്ഞി കുടിച്ചാൽ, അത് പള്ളിയിൽ നിന്നാണെങ്കിലും ഒരു കുഴപ്പമില്ല, ഇച്ചിരി കഞ്ഞി കുടിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അതും നടന്നില്ല. സന്ധ്യയായി. ഇച്ചിരൂടെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നു, സന്ധ്യയായി. ഒരു ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നാൽ രാത്രിയാകുമ്പം പിന്നെ നമ്മുടെ വിചാരം എന്നാ? എങ്ങനെയെങ്കിലും ഈ വർഷം നമ്മുടെ പള്ളിയിലെ ട്രസ്റ്റി ആകണം എന്നാണോ വിചാരം? ആണോ? വിശന്ന് കഴിഞ്ഞാൽ പിന്നെ സ്ഥാനവുമില്ല, മറ്റാഗ്രഹമൊന്നുമില്ല. ഏറ്റ ആഗ്രഹമേ ഉള്ളൂ, ഇച്ചിരി വല്ലു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഭക്ഷണത്തെ നിയന്ത്രിക്കുന്നവനെ മറ്റെല്ലാ വികാരങ്ങളെയും നിയന്ത്രിക്കാൻ സാധിക്കും. തിന്നണമെന്ന് പിശാച് ഹവ്വയോട് പറഞ്ഞു. പിശാചിന്റെ നിർദ്ദേശം കേട്ട് ഹവ്വ തിന്നു. ഭക്ഷണമോഹമാണ്. അതുകൊണ്ടാണ് വലിയ നോയമ്പിലെ പ്രാർത്ഥനയിൽ ആവർത്തിച്ചു പറയുന്ന വാക്കാണ് ഭക്ഷണമോഹം. നമ്മളെ നശിപ്പിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ എന്തിനാ നോയമ്പെടുക്കുന്നതും ഉപവസിക്കുന്നതും? ഭക്ഷണമോഹത്തിന്മേൽ വ്യക്തിത്വത്തിന് ആധിപത്യം ലഭിക്കണം. യേശു പിശാചിനോട് പറഞ്ഞു, മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല. ഇന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്നാ പറയും? നമ്മൾ ജീവിക്കുന്നത് അപ്പത്തിന് വേണ്ടി മാത്രം. എന്നാൽ യേശു പറഞ്ഞു, മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട്. അതുകൊണ്ട് വരുന്ന ഞായറാഴ്ച സന്ധ്യയ്ക്ക് നോയമ്പിലെ നമസ്കാരം തുടങ്ങും. തിങ്കളാഴ്ച രാവിലെ മുതൽ ഇങ്ങോട്ട് നോക്കിക്കേ, നോയമ്പെടുക്കണം. ക്രമമായി നോയമ്പനുഷ്ഠിക്കണം. അവിടെയാണ് സത്യത്തിൽ ഈ ഇളയ മകൻ അവൻ തിരിച്ചു വരുമ്പം നിങ്ങളൊന്ന് നോക്കണേ, വളരെ മനോഹര